അനുഗ്രഹീതമായ ഒരു ദിവസം ശ്രീകൃഷ്ണൻ രാധാറാണിയെ ഒരു വിജനമായ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, പ്രിയ രാധേ, ഞാൻ അർജുനന് ഗീതയുടെ ജ്ഞാനം പകർന്നു നൽകി. എന്നിട്ടും എനിക്ക് എന്റെ സ്വന്തം മകനായ സാംബയെ നേർവഴിക്ക് നയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഗാന്ധാരിയുടെ ശാപം പോലെ യാദവ കുലത്തിന്റെ നാശം അനിവാര്യമാണ്. അതിന്റെ ഫലങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടു തുടങ്ങി. അതേസമയം സാമ്പൻ തന്റെ കൂട്ടുകാരുമായി നദീതീരത്ത് കളിക്കുകയായിരുന്നു. സൂര്യന്റെ ചൂട് കുറഞ്ഞു വന്നപ്പോൾ അവർ വെള്ളത്തിൽ കളിച്ചും ചിരിച്ചും ആസ്വദിച്ചു. പെട്ടെന്ന് നദിയിൽ നിന്ന് ഒരു വലിയ സർപ്പം ഉയർന്നു വന്നു. അതിന്റെ കണ്ണുകൾ അഗ്നി പോലെ ജ്വലിച്ചു. ഭീമാകാരമായ ആ രൂപം കണ്ട് സാംബയുടെ കൂട്ടുകാരെല്ലാം ഭയന്ന് നിലവിളിച്ച് ജീവനും കൊണ്ടോടി. പക്ഷെ സാംബ ഓടിയില്ല. ധൈര്യത്തോടെ അവൻ നദീതീരത്ത് കിടന്ന ഒരു വലിയ പാറക്കല്ലെടുത്ത് സർപ്പത്തിന് നേരെ ശക്തിയായി എറിഞ്ഞു. കല്ല് അതിന്റെ ശരീരത്തിൽ പതിച്ചപ്പോൾ ഭൂമി പോലും വിറച്ചു. കോപാകുലനായ സർപ്പം ഉഗ്രമായി ചീറ്റിക്കൊണ്ട് വീണ്ടും സാംബയെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. ആ നിമിഷം സാംബയ്ക്ക് കാളിദേവി നൽകിയ വരം ഓർമ്മ വന്നു. അദൃശ്യനാകാനുള്ള വരമായിരുന്നു അത്. ഒരു നിമിഷം കൊണ്ട് അവൻ പാമ്പിന്റെ കണ്ണിൽ നിന്നും മാറി മറഞ്ഞു. സർപ്പം നിരാശയോടെ എല്ലായിടത്തും തിരഞ്ഞു അവനെ. ഇത് കണ്ട് ദേഷ്യം വന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ സർപ്പത്തിന് താക്കീത് നൽകി. പക്ഷെ ആ സർപ്പം ഉഗ്രരൂപത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനോട് മറുപടി പറഞ്ഞു, ഞാൻ ഈ കുട്ടിയെ വെറുതെ വിടില്ല. അവന്റെ അഹങ്കാരം ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. എന്നാൽ അദൃശ്യനായ സാമ്പൻ തന്റെ ശക്തി ഉപയോഗിച്ച് വേഗത്തിൽ ആ സർപ്പത്തിനെ തിരിച്ചടിച്ചു. ആ പ്രഹരത്തിൽ ആ വലിയ സർപ്പം തളർന്നു വീണു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ശ്രീകൃഷ്ണൻ മനസ്സിൽ ചിന്തിച്ചു, ധൈര്യശാലികൾ എപ്പോഴും ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നു. എന്നിട്ടും ഗാന്ധാരിയുടെ ശാപം കാരണം യാദവകുലം ഇപ്പോഴും പരീക്ഷണങ്ങളെയും ഒഴിവാക്കാനാകാത്ത ദുരന്ത വിധിയെയും നേരിടേണ്ടി വരും. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുത്രനായ സാമ്പന്റെ ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് ശ്രീ രാധാകൃഷ്ണ എന്ന് ടൈപ്പ് ചെയ്യുക. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.